ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ കണ്ടില്ലേ ചെണ്ടുമല്ലിയൊക്കെ പോണ സമയത്ത് നമ്മൾ കുഴിച്ചിട്ടതായിരുന്നു. ആ സമയത്തൊക്കെ കുറേശ്ശെ പൂക്കളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ പൂവായി. വെള്ളം അങ്ങനെ എന്താ പറയുക ഉണ്ടാവണമൊന്നുമില്ല, പക്ഷേ എന്നാലും വെള്ളപ്പൂക്കളും ഇപ്പോൾ ഒരുപാടുണ്ട്. പിന്നെ നിറച്ച് ഓറഞ്ചാണ് കേട്ടോ കൂടുതൽ. ഓറഞ്ചും മഞ്ഞയൊക്കെ നല്ല വലിയ വലിയ പൂക്കളായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആകെ കൂടി അങ്ങോട്ട് ചെണ്ടുമല്ലി തോട്ടത്തിലേക്ക് പോയ പോലെ തോന്നും നമുക്ക്. അതേപോലെ തന്നെ വാടാമല്ലി, കുറേശ്ശെ വാടാമല്ലി ഉണ്ട്. ബാക്കിയൊക്കെ ചെണ്ടുമല്ലി തന്നെയാണ്. വാടാമല്ലിയൊന്നും ഓണ സമയത്ത് തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നല്ല പൂവായത്. നല്ല ചെണ്ടുമല്ലി തോട്ടം പോലെ തന്നെ തോന്നും നമുക്ക്. നല്ല രസമാണ് കാണാൻ. നമ്മളെന്നും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ട, വളമൊക്കെ ഇട്ടിട്ടാണ് നട്ടതിന് ശേഷം 1-2 പ്രാവശ്യമൊക്കെ ചാണകപ്പൊടി അങ്ങനത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ എന്തായാലും നല്ല പൂക്കളായി. നല്ല ഉണ്ട പൂക്കളാണ്. സൂപ്പർ കാണാൻ. ഇനിയിപ്പോൾ ചെണ്ടുമല്ലി മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലിങ്ങനെ കൃഷ്ണകിരീടം അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അത് 1-2 ഇപ്പോൾ അതുണ്ട്. മറ്റേത് ഓണ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചെറിയതായിട്ട് വരണേ ഉണ്ടായിരുന്നുള്ളൂ. കോളാമ്പിയൊക്കെ കണ്ടില്ലേ, കോളാമ്പിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നാടൻ കോളാമ്പിയാണ് വാങ്ങിയത്, അങ്ങനെയുള്ളതൊന്നുമല്ല, നമ്മളുടെ നാടൻ കോളാമ്പി തന്നെയാണ്. നല്ല നിറച്ച് പൂക്കളായിട്ട് ചെടി ഇലയുടെ ഉള്ളിൽ നിന്ന് മഞ്ഞ അങ്ങനെ ത്രസിച്ച് നിൽക്കണം. നന്നായിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. നിറച്ച് പൂക്കളുണ്ട്. നമുക്ക് പൂവിടാനുള്ളത് ചെണ്ടുമല്ലിയും കോളാമ്പിയൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പുറമെ നിന്ന് പിന്നെ വാങ്ങുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഓറഞ്ചും മഞ്ഞയും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ആ കളറൊക്കെ കൂടിയിട്ട് തന്നെ നമ്മളങ്ങോട്ട് തിരിച്ചു മുറിച്ചൊക്കെ ഇടും. അങ്ങനെ ഓണം കഴിഞ്ഞപ്പോൾ പൂക്കളുടെ ഇഷ്ടം പോലെ പൂക്കൾ, എന്താണെന്ന് പറയുക, പൂക്കളുടെ ചാകരാന്ന് തന്നെ പറയാം. അത്രയും പൂക്കളാണ്, ഇഷ്ടം പോലെ പൂവായി. ഇപ്പോഴും ചിലവരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആയില്യം വരെ ഇടുന്നവരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ.